നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂൺ 24 ബുധനാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. ജാതകത്തിൽ ശുക്രൻ ബലവാനായി നിൽക്കുന്നവർക്ക് പ്രേമ വിജയം, വാഹനഭാഗ്യം, നവീന ഗൃഹോപകരണങ്ങൾ, തൊഴിൽ വിജയം എന്നിവ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ശത്രുഹാനി, തൊഴിൽ വിജയം, ഉയർന്ന സ്ഥാനലബ്ധി, എവിടെയും മാന്യത, രോഗങ്ങൾ മാറി ആരോഗ്യം വർദ്ധിക്കുക എന്നിവ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. സുഹൃത്തുക്കൾ വഴി വഞ്ചിക്കപ്പെടുക, വ്യവഹാര പരാജയം, ശരീരസുഖക്കുറവ്, ശത്രുഭയം, തൊഴിൽ ക്ലേശങ്ങൾ, തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാത്ത സ്വഭാവം, ധനവരുമാനത്തിലെ കുറവ് എന്നിവർക്ക് സാധ്യതയുണ്ട്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കൃഷിനാശം, പക്ഷിമൃഗാദികൾ മൂലം കബളിക്കപ്പെടാനുള്ള സാധ്യത, നേത്രരോഗം, അന്യജനങ്ങളിൽ നിന്നും ദോഷഫലങ്ങൾ എന്നിവയും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവർക്ക് അതെല്ലാം മാറി രമ്യതയിലും സ്വരുമയിലും കഴിയുവാനുള്ള സാഹചര്യം ഉണ്ടാവും. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാകും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഈശ്വരാധീനം വർദ്ധിക്കുകയും പറയുന്ന വാക്കുകൾക്ക് അർത്ഥവത്തായ ഫലപ്രാപ്തി ഉണ്ടാവുകയും ചെയ്യും. ഉന്നത വ്യക്തികളിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഗുണാനുഭവങ്ങൾ ലഭിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. വിദേശയാത്രയും ജോലിയും അനുഭവത്തിൽ വരും. കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കാനും ധനഭാഗ്യ യോഗമുണ്ടാകുവാനും സാധ്യത കാണുന്നു. രോഗങ്ങൾ മാറി ആരോഗ്യവും ശരീരശോഭയും വീണ്ടെടുക്കുന്നതിനുള്ള അനുകൂല സമയമാണിത്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. എല്ലാ കാര്യങ്ങളിലും അലസതയും മടിയും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ധനം, സുഖം, സന്താനം, കുടുംബജീവിതം, ദാമ്പത്യം എന്നീ വിഷയങ്ങളിൽ ചില ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടാം. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. തൊഴിൽ സംബന്ധമായ പുരോഗതി ഉണ്ടാവുകയും സർക്കാർ സംബന്ധമായ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. പിണങ്ങിയിരുന്ന ഭാര്യയും ഭർത്താവും വീണ്ടും ഒന്നിക്കുവാനുള്ള തീരുമാനമുണ്ടാകും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും കുടുംബത്തിൽ മംഗളകർമ്മം നടക്കുവാനും സാധ്യതയുണ്ട്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഉചിതമായ ജോലി തരപ്പെടാനും വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സബലീകരിക്കാനും സാധ്യതയുണ്ട്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. വാതരോഗമുള്ളവർ ജാഗ്രത പാലിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ അപകടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. തൊഴിലിൽ സ്ഥാനചലനം ഉണ്ടാകുവാനും അതിലൂടെ പുതിയ അവസരങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട്. സാമ്പത്തിക പ്രയാസങ്ങൾ കുറയുമെങ്കിലും അമിത ചെലവ് ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.